താരങ്ങൾ ഉണ്ടാവുന്ന ഒരു നിർമ്മാതാവ് ഉണ്ടാവുമ്പോഴാണ് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? നിർമ്മാതാവ് ഉണ്ടാവണം, ഉണ്ടാവുമ്പോഴാണ് ഡയറക്ടർ ഉണ്ടാവണം. താരങ്ങൾ ഉണ്ടാവുന്നത് അതെ അല്ലേ? താരം എന്നാവുന്നത് നിർമ്മാതാവ് പൈസ മുടക്കുമ്പോൾ താരങ്ങളാവുന്നത്. അതെ ആ താരങ്ങൾ നിർമ്മാതാവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത താരങ്ങൾക്കുമുണ്ട്. തീർച്ചയായിട്ടും അവർ ഉണ്ട്. പറയുന്ന ഒരു പോയിന്റ് അമിതമായ ശമ്പളം. കോവിഡിന് മുമ്പ് ഒരു ശമ്പളം എന്തിനു ഉണ്ടായിരുന്നു. കൊടുക്കുന്നു അമിതമായ ശമ്പളം? എന്തിനു കൊടുക്കുന്നു? Yes. അതായത് ഒരു ആക്ടർക്ക് എനിക്ക് മാക്സിമം ഇത്ര പൈസയെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങിക്കാൻ പോവാണ്, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവാണ്. നമ്മുടെ ബജറ്റിലുള്ള ടി വിയും ഫ്രിഡ്ജും നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അല്ലേ? അത് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് അതിനേക്കാളും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും പൈസ നമ്മൾ കയ്യിൽ വെച്ചിട്ടായിരിക്കും പോയത് വാങ്ങിക്കുന്നത്. എല്ലാ അവസ്ഥയും ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ 2 കോടിക്ക് എടുക്കുന്ന സിനിമയുണ്ട്, 50 ലക്ഷത്തിന് എടുക്കുന്ന സിനിമയുണ്ട്. എന്തിന് 25,000 രൂപയ്ക്ക് വരെ ഇവിടെ സിനിമ എടുത്ത് ഇറക്കിയ ആളുകളുണ്ട്. ഇതേ സിനിമ തന്നെയാണ് 10 കോടിക്കും 100 കോടിക്കും 200 കോടിക്കും 1000 കോടിക്കും എടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ബജറ്റാണ്, തീരുമാനമാണ്. ഞാൻ എടുക്കുന്ന സിനിമ ഈ ബജറ്റിൽ തീർക്കും, അത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. അപ്പോൾ അമിതമായിട്ടുള്ള ശമ്പളം എന്തിനു കൊടുക്കുന്നു? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇന്ന ആക്ടർക്ക് ഇത്രയും ശമ്പളം ഞാൻ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വേറെ പ്രശ്നം ഉണ്ടാവുന്നില്ല. ഈ പ്രശ്നം ഉണ്ടാവുന്നുമില്ല. വേറെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാമല്ലോ. എല്ലാ ആർട്ടിസ്റ്റും ഒരിക്കൽ പുതുമുഖമായിട്ട് തന്നെയാണ് വരുന്നതും അതിനുശേഷമാണ് അവർ വളർന്ന് പന്തലിച്ച് വലിയ താരങ്ങളാവുന്നതും. അപ്പോൾ പുതിയ ആളുകൾക്കും അവസരം വരട്ടെ.